നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യുന്നതമായ സ്ഥാനവും മഹത്വവുമാണ് അവിടുത്തേക്ക് ഇനി പരലോകത്തും കാത്തിരിക്കുന്നത്. പാരത്രികമായ ലോകത്ത് അവിടുത്തേക്ക് അത്യുന്നതമായ പദവികളാണ് അവിടുത്തെ കാത്തിരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ വഅവ്വലു മൻ യൻശഖു അൻഹുൽ ഖബ്ർ വഅവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫ്ഫഇൻ. എന്താണ് ഇതിന്റെ അർത്ഥം? അന സയ്യിദു വലദി ആദം, ആദം സന്താനത്തിന്റെ നേതാവാണ് ഞാൻ. അന സയ്യിദു വുൽദി ആദം എന്നും വായനയുണ്ട്. ആദം മക്കളുടെ മനുഷ്യരുടെ മുഴുവൻ നേതാവാണ് ഞാൻ. എല്ലാവരുടെയും ആദം മക്കളുടെ മുഴുവൻ മാനവ സമൂഹത്തിന്റെ മുഴുവൻ സയ്യിദായിക്കൊണ്ട്, നേതാവായിക്കൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ വരും. ആ ഒരു പവർ ഒരു നബിക്കും ഉണ്ടാവില്ല. എല്ലാ ആദം അലൈഹിസ്സലാം അടക്കം ഈസ നബി അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാർക്കൊന്നുമില്ലാത്തൊരു പവറാണ്. എല്ലാവരുടെയും നേതാവായിക്കൊണ്ടാണ് അവിടുന്ന് നിയോഗിക്കപ്പെടുക. അതാണ് ഖുർആൻ ചോദിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് കേട്ടപ്പോൾ കരഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹഉലാഇ ഷഹീദാ. ഓരോ സമുദായത്തിനും സാക്ഷിയായിക്കൊണ്ട് അവരവരുടെ പ്രവാചകന്മാരെ നാം കൊണ്ടുവരുന്ന ദിവസം, അവർക്കെല്ലാവർക്കും കൂടി സാക്ഷിയായിക്കൊണ്ട് നാം നിന്നെ കൊണ്ടുവരുന്ന ദിവസം എങ്ങനെ ഉണ്ടാകും? സൂറത്തുൻ നിസായിലെ ആ ആയത്ത് പാരായണം ചെയ്ത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ടിരുന്ന സഹാബിയോട് പാരായണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അവിടുന്ന് അങ്ങോട്ട് തുടർന്ന് കേൾക്കാനുള്ള ഒരു മാനസികമായ ത്രാണിയില്ലാതെ അവിടുന്ന് കരഞ്ഞു, ധാരാളമായി കരഞ്ഞു എന്നാണ്. എന്ത് കേട്ടപ്പോ? എല്ലാ സമുദായത്തിന്റെയും സാക്ഷികളായിക്കൊണ്ട് അവരവരുടെ പ്രവാചകന്മാര് പരലോകത്ത് വരും. അവരുടെ എല്ലാവരുടെയും, ആ പ്രവാചകന്മാരുടെയും അവരുടെയൊക്കെ സമുദായങ്ങളുടെയും മേലാണ് സാക്ഷിയായിക്കൊണ്ട് ഞാൻ വരുന്നൊരു ദിവസം, താങ്കളെ കൊണ്ടുവരുന്നൊരു ദിവസം എന്ന് പറഞ്ഞപ്പോ അത് സഹിക്കാനായില്ല അവിടുത്തേക്ക്. അവിടുന്ന് ധാരധാരയായി അവിടുത്തെ താടിയിലൂടെ പെരുമാറിലേക്ക് കണ്ണുനീര് ചാലിട്ടൊഴുകി. അവിടുത്തെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്തൊരു ഭാരിച്ച അവസ്ഥയായിരിക്കും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തു. അവിടുത്തേക്ക് അല്ലാഹു നാളെ എല്ലാവരുടെയും നേതാവായി നിയോഗിക്കപ്പെടും. ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് ആദ്യമായി പുറത്തു വരുന്ന വ്യക്തി ഞാനായിരിക്കും. ഈ ലോകത്തിന്റെ നാശം സംഭവിച്ചു കഴിഞ്ഞ് പിന്നീട് വീണ്ടും ഒരു ഊത്തുണ്ടാകുമ്പോൾ ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ, എല്ലാവരും മഹ്ശറിലേക്ക് എഴുന്നേൽക്കുമ്പോ ആദ്യമായി ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് പുറത്തു വരുന്ന ആള് ഞാനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ സ്ഥാനം അവിടുത്തേക്കാണ്. മൂന്നാമത് പറയുന്നു വഅവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫ്ഫഇൻ, അല്ലാഹുവിന്റെ മുമ്പിൽ അവന്റെ പ്രത്യേകമായ അനുമതി പ്രകാരം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ശുപാർശ പറയാൻ ആളുകൾ മടിച്ചു നിൽക്കുമ്പോൾ ആദ്യമായി അല്ലാഹുവിന്റെ മുമ്പിൽ പോയി സമൂഹത്തിന് വേണ്ടി റെക്കമെൻഡ് പറയാൻ അനുവാദം ലഭിക്കുന്ന ആദ്യ ശുപാർശകൻ ഞാനായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. അവിടുത്തെ ശഫാഅത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ശഫാഅത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനോടല്ല ചോദിക്കേണ്ടത്. الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي. നബിയെ, നിങ്ങൾ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് റെക്കമെൻഡ് പറയണം, ഞങ്ങൾക്ക് ശുപാർശ പറയണം നബിയെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാൻ എന്ന പേരിൽ ചില ആളുകൾ അവിടുത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടുന്ന് പഠിപ്പിച്ചതല്ല. അവിടുത്തെ ശുപാർശ നാളെ പരലോകത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നബിയേ, നിങ്ങൾ ഞങ്ങൾക്ക് നാളെ മഹ്ശറിൽ വെച്ച് ശുപാർശ തരണേ എന്ന് അവിടുത്തോട് പറയുകയല്ല വേണ്ടത്. മറിച്ച് അള്ളാഹുവിനോട് ചോദിക്കണം, നിന്റെ പ്രവാചകൻ നടത്തുന്ന ശുപാർശയിൽ ഞങ്ങളും കൂടി ഉൾപ്പെടണേ അല്ലാഹ്. അതിന് അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്, അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ ഒരു ഭാഗ്യമുണ്ട്. ആദ്യമായി ശുപാർശക്ക് അനുവാദം നൽകപ്പെടുന്ന ഷാഫി, ആദ്യ ശുപാർശകൻ ഞാനായിരിക്കും.
റെക്കമെന്റ് പറയുന്നവരുടെ കൂട്ടത്തിൽ ആദ്യമായി റെക്കമെന്റ് സ്വീകരിക്കപ്പെടുന്നതും എന്റേതായിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ അനുവാദപ്രകാരം ഒരുപാട് കാലം സുജൂദിൽ കിടന്ന് അല്ലാഹ് തോന്നിപ്പിക്കുന്ന ഹംദുകളും പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെ നിർവഹിച്ച് കുറെ കാലം കിടന്ന് അവസാനം അല്ലാഹ് പറയും, യാ മുഹമ്മദ്, മുഹമ്മദേ ഇർഫഅ റഅസക്, തല ഉയർത്തിക്കോ, നിന്റെ തല ഉയർത്തിക്കോ. ശുപാർശ പറഞ്ഞോളൂ, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ വിചാരണക്കെടുക്കാൻ വേണ്ടി ശുപാർശ പറയുന്നത്. അതാണ് ശഫാഅത്തുൽ ഉലമാ. ഏറ്റവും വലിയ ശുപാർശ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ വേണ്ടിയുള്ള ശുപാർശയാണ്. അതുകൊണ്ട് തീരൂല, വേറെയും ഒരുപാട് ശുപാർശകൾ കൊണ്ട് അവിടുന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് നീങ്ങുന്നില്ല. മുഅ്മിനുകൾക്ക് വേണ്ടി, അവരിൽ പാപികൾക്ക് വേണ്ടി, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർക്ക് തന്നെയും പദവി ഉയർത്തിക്കിട്ടാൻ വേണ്ടി, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അല്ലാഹു അവർക്ക് അനുവാദം നൽകുന്ന അവസരത്തിൽ അല്ലാഹു നിശ്ചയിക്കുന്ന പരിധിക്കകത്തുനിന്നുകൊണ്ട് അങ്ങനെ ഒരുപാട് ശുപാർശകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അല്ലാഹു അതിലൊക്കെ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോ ആ നിലക്കൊക്കെയുള്ള പ്രത്യേകതകൾ അത് അവിടുത്തേക്ക് അവ്വലു ശാഫിയാണ് ഞാൻ, അവ്വലു മുശഫ്ഫഅാണ് ഞാൻ എന്ന് അവിടുന്ന് പറഞ്ഞു. തീർന്നില്ല അവിടുത്തെ മഹത്വങ്ങൾ. അവിടുന്ന് പല മഹത്വങ്ങളും പറയുമ്പോ അവിടുന്ന് ഇങ്ങനെ പറയും, ലാ ഫഖർ, ഞാൻ അഭിമാനം പറയുകയല്ല കേട്ടോ, ഞാൻ ഫഖർ നടിക്കുകയല്ല കേട്ടോ എന്ന് അവിടുന്ന് ഇങ്ങനെ പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവാണ്. ഉള്ളത് പറയുമ്പോ പോലും അവിടുന്ന് എന്താ പറയുന്നത്? ഞാനൊരു ഫഖർ പറയല്ല കേട്ടോ, ഞാനൊരു ഫഖർ പറയുകയല്ല കേട്ടോ എന്ന് പറയുന്ന വിനീത വ്യക്തിത്വമായിരുന്നു അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇന്ന് ചില ആളുകള് അവരവർക്ക് ഉള്ളതല്ല ഇല്ലാത്തത് പറഞ്ഞിട്ട് പോലും ദുരഭിമാനം നടിക്കുകയാണ്. ഇല്ലാത്തതാ പറയുന്നത്, ഞാൻ ഇങ്ങനത്തെ ആളാണ്, ഇത്ര വലിയ മഹാനാണ് എന്ന് മറ്റുള്ളവരൊക്കെ പറയും. നിങ്ങൾ അങ്ങനെ പറയില്ലേ എന്ന് പറയുന്നില്ല. കേട്ടിരുന്ന് സുഖിക്കുകയാണ്, രസിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കാണണമെങ്കിൽ ഞാൻ ആ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നത്. ഞാനാണ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു, വാ അബൂബക്കറെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇടയ്ക്ക് കാണുന്നു. ഇങ്ങനെ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സ്വന്തത്തെ പറ്റി പലരും പറയുമ്പോ അത് പറയല്ലേ എന്ന് പോലും പറയാനുള്ളവരും മാനസികാവസ്ഥയില്ലാത്ത പ്രവാചക പ്രേമികൾ എന്ന് പറയുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവിടുത്തേക്ക് പറയാൻ പാടില്ലാത്ത ചില പ്രശംസകൾ ചില കുട്ടികൾ ഒരു കല്യാണ മജ്‌ലിസിൽ വെച്ച് പറഞ്ഞപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു കുട്ടിത്തമുള്ള കുട്ടിപ്പാട്ടല്ലേ, ഒരു കുഞ്ഞു കവിതയല്ലേ എന്ന നിലക്ക് നിസ്സാരമാക്കിയില്ല. ആ മക്കളെ വിളിച്ചുകൊണ്ട് ഉപദേശം കൊടുക്കുകയാണ്, മക്കളെ ഇങ്ങനെ നിങ്ങൾ എന്നെ കുറിച്ച് അരുതാത്തത് പറയരുത്, ഉള്ളതേ പറയാവൂ, മദ്ഹാണെങ്കിലും ഉള്ളതേ പറയാവൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹല്ലേ ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക പ്രേമികൾ എന്ന് പറയുന്ന പല സഹോദരങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയരുതാത്ത പലരും പ്രശംസ എന്ന പേരിൽ പാടുകയാണ്, പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ശക്തമായ അത്തരം പ്രവണതകൾക്കെതിരെ അവിടുന്ന് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ മറക്കരുത്. പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രശംസിക്കുന്നതിനെ നിങ്ങൾ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? അവിടുത്തെ പ്രശംസിക്കുന്നത് എന്ത് ആക്ഷേപിക്കുന്നത്? സഹോദരങ്ങളെ, അവിടുത്തെ പ്രശംസിക്കുന്നതിനല്ല നമ്മൾ എതിര് പറയുന്നത്. അവിടുത്തെ കുറിച്ച് ഇല്ലാത്തത് പറയരുത്, ഉള്ളതേ പറയാവൂ. അപ്പൊ നമ്മുടെ എത്ര ക്ലാസ്സായി നമ്മൾ അവിടുത്തെ ഉള്ള മദ്ഹുകൾ പറയുന്നു, അവിടുത്തെ ഉള്ള മഹത്വങ്ങൾ പറയുന്നു, നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കുന്നു. പക്ഷേ ഇല്ലാത്തത് അവിടുത്തെ പേരിൽ പറയാൻ പാടില്ല, എന്തിന്റെ പേരിലാണെങ്കിലും പറയാൻ പാടില്ല. അതാണ് ഒരു സത്യവിശ്വാസി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പരമാർത്ഥം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്.